1917 മെയ് 13 ഒന്നാം ലോക മഹായുദ്ധം ലോകത്ത് തകർത്തുകൊണ്ടിരുന്ന കാലം. ആ സമയത്താണ് പോർച്ചുഗലിലെ ബാത്തിമ എന്ന കുഗ്രാമത്തിൽ ചരിത്രവും വിശ്വാസവും ശാസ്ത്രവും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ആ അത്ഭുതം സംഭവിക്കുന്നത്. 3 നിഷ്കളങ്കരായ ഇടയക്കുട്ടികൾ കണ്ട ആ ദർശനം വെറുമൊരു തോന്നലായിരുന്നു, അതോ ലോകത്തിനുള്ള മുന്നറിയിപ്പായിരുന്നു? നമുക്ക് നോക്കാം. ഭാഷാഭ്യാസമില്ലാത്ത ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 സാധാരണ കുട്ടികൾ ആടുകളെ മേയിച്ച് നടക്കുമ്പോഴാണ് ആകാശത്ത് മിന്നൽ പിണരുകൾ കണ്ടത്. അവർക്ക് മുന്നിൽ സൂര്യനേക്കാൾ പ്രകാശമുള്ള രൂപത്തിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കാനായിരുന്നു മാതാവിന്റെ പ്രധാന സന്ദേശം. ഒപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകളെക്കുറിച്ചുള്ള 3 വലിയ രഹസ്യങ്ങളും അന്ന് അവർക്ക് വെളിപ്പെടുത്തി കിട്ടി. ഈ വാർത്ത പരന്നതോടെ അന്നത്തെ ഭരണകൂടം കുട്ടികളെ കള്ളം പറയുന്നു എന്നാരോപിച്ച് ജയിലിലടച്ചു. ക്രൂരമായ ചോദ്യം ചെയ്യലുകളാണ് അവിടെ നടന്നത്. തങ്ങൾ കണ്ടത് കള്ളമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ തിളച്ച എണ്ണയിലിട്ട് കൊല്ലുമെന്ന് ഗവൺമെന്റ് അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ മരണം തൊട്ടു മുന്നിൽ കണ്ടിട്ടും ആ കൊച്ചുകുട്ടികൾ തങ്ങളുടെ വാക്കുകളിൽ ഉറച്ചു നിന്നു. അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിന് മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. 1917 ഒക്ടോബർ 13 അവിടെ ലോകം അമ്പരന്ന് ആ വലിയ അത്ഭുതം നടന്നു. 70,000-ലധികം ആളുകൾ നോക്കി നിൽക്കെ ആകാശത്ത് സൂര്യൻ കറങ്ങുകയും വർണ്ണങ്ങൾ പുറപ്പെടുവിച്ച് ഭൂമിയിലേക്ക് പതിക്കാൻ വരികയും ചെയ്തു. ശാസ്ത്രജ്ഞന്മാർ ഇതിനെ അന്തരീക്ഷ പ്രതിഭാസമെന്നോ കൂട്ടായ മാനസിക തോന്നലെന്നോ വിശേഷിപ്പിച്ചെങ്കിലും ഇന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ദർശനത്തിന് ശേഷം ഫ്രാൻസിസ്കോയും ജസീന്തയും അധികം വൈകാതെ മരണപ്പെട്ടു. ലൂസിയ 2005 വരെ സന്യാസിനിയായി ജീവിച്ചു. ഇന്നും ബാത്തിമ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രവും വിശ്വാസവും ശാസ്ത്രവും ഒരുപോലെ വിസ്മയിക്കുന്ന ഈ അത്ഭുതം ഇന്ന് ലോകത്തിന് സമാധാനത്തിന്റെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്.